പല്ലികളെയും പാറ്റകളെയും ഒക്കെ ഓടിക്കാൻ ഇത് നല്ലൊരു ഐറ്റം തന്നെയാണ്. ഒരു പാത്രത്തിലേക്ക് 1 സ്പൂൺ ഡെറ്റോൾ എടുക്കുക. ഈ ഡെറ്റോൾ നമ്മൾ വെള്ളം ചേർത്ത് ഡൈല്യൂട്ട് ചെയ്താണ് ഉപയോഗിക്കുന്നത്. ഇതിലേക്ക് 1 സ്പൂൺ വിനാഗിർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഡെറ്റോൾ മാത്രമായി ഉപയോഗിച്ചാലും എഫക്റ്റീവാണ്. എന്നാൽ കൂടുതൽ എഫക്റ്റീവായി കിട്ടാനാണ് ഈ വിനാഗിർ കൂടി ചേർത്ത് കൊടുക്കുന്നത്. ഇങ്ങനെ 2 ഇൻഗ്രീഡിയൻറ്റ് മാത്രം മതി. ഇതും 1 സ്പൂൺ ചേർത്ത് കൊടുത്ത ശേഷം ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഡൈല്യൂട്ട് ചെയ്തെടുത്ത ശേഷം നമുക്കിത് ഉപയോഗിക്കാൻ സൗകര്യപ്രദമായി ഒരു സ്പ്രേ ബോട്ടിലാക്കി എടുക്കുക. ഇതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് തന്നെ കൈ എത്താൻ പറ്റാത്ത സ്ഥലങ്ങളിൽ പോലും സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഡെറ്റോൾ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളതാണ്. ഇതിൻ്റെ മണം പാറ്റയ്ക്കും പല്ലിക്കും ഇഷ്ടമാവില്ല. എവിടെയൊക്കെയാണോ ഇതിൻ്റെ ശല്യമുള്ളത് അവിടെയൊക്കെ രാത്രിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ തയ്യാറാക്കി വെച്ചാൽ നമുക്ക് ഒരാഴ്ച വരെ ഉപയോഗിക്കാം. ഇതിൻ്റെ മണം പോകാതെ നല്ലതുപോലെ അടച്ചു വെച്ചാൽ മതി. എല്ലാവരുടെയും വീടുകളിൽ ഉപയോഗിക്കുന്ന ഐറ്റംസ് ആയതുകൊണ്ട് പേടിക്കാതെ ഉപയോഗിക്കാമല്ലോ. നമ്മൾ രാത്രിയിൽ കിച്ചണിലെ ലൈറ്റ് ഓഫ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കറിയില്ല എവിടെ നിന്നൊക്കെയാണ് പല്ലി വരുന്നതെന്ന്. പെട്ടെന്നൊന്ന് ലൈറ്റ് ഓൺ ആക്കി നോക്കണം. ഇത്രയും പല്ലി നമ്മുടെ വീട്ടിലുണ്ടോയെന്ന് നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കണം. രാത്രിയിൽ കിച്ചണിലെ പണികളെല്ലാം കഴിഞ്ഞ ശേഷം കിച്ചൺ ഒന്ന് ക്ലീൻ ചെയ്തിട്ട ശേഷം വേണം ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ. കൗണ്ടർ ടോപ്പിലും കിച്ചൺ സിങ്കിലും ഗ്യാസ് അടുപ്പിൻ്റെ ബാക്കിലും അടിയിലുമെല്ലാം നല്ലതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതുപോലെ കിച്ചൺ കബോർഡിൻ്റെ വിടവുകളിലുമെല്ലാം സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഓപ്പണായി കിടക്കുന്നിടത്തൊക്കെ പല്ലിയുടെ സാന്നിധ്യം ഉണ്ടാവും. ഈ ഇടഭാഗത്തൊക്കെ എന്തായാലും പല്ലി പാത്തിരിപ്പുണ്ടാവും. ഇവിടൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ കർട്ടൻ്റെ ഒക്കെ മറവിലും പല്ലിയെ കൂടുതലായി കാണാറുണ്ട്. ഇങ്ങനെ ജനലിൻ്റെ ഈ താഴെ സൈഡിലൊക്കെ പല്ലിക്കാഷ്ടം ഉണ്ടാവും. ഇവിടൊക്കെ പല്ലി വരാറുണ്ട്. ഈ കർട്ടൻ്റെ മുകളിലും സൈഡിലും ഒക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. പല്ലിക്കാഷ്ടം സാധാരണ കാണാറുള്ള സ്ഥലങ്ങളിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുക. കിച്ചൺ, ഡൈനിങ് റൂം, സ്റ്റോർ റൂം ഇവിടൊക്കെ ഉറപ്പായും പല്ലിയുടെ സാന്നിധ്യം ഉണ്ടാവും. പല്ലിയുടെ മുകളിൽ നമുക്ക് സ്പ്രേ അടിക്കാൻ പറ്റില്ല. നമ്മളെ കാണുമ്പോൾ തന്നെ പല്ലി ഓടി ഒളിക്കും. അതുകൊണ്ട് പല്ലി വരാറുള്ള സ്ഥലങ്ങളിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുക. രാത്രിയിൽ കിച്ചണിലെയും ഡൈനിങ് റൂമിലെയും എല്ലാം വേസ്റ്റ് എല്ലാം മാറ്റി നല്ലതുപോലെ ക്ലീൻ ചെയ്തിടണം. വേസ്റ്റൊക്കെ ഇരുന്നാലാണ് പല്ലിയുടെയും പാറ്റയുടെയും എല്ലാം ശല്യം കൂടുതലായി ഉണ്ടാവുന്നത്. പല്ലിക്കാഷ്ടം കൂടുതലായി കാണുന്ന സ്ഥലങ്ങളിലൊക്കെ ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. പല്ലിക്ക് ഇതിൻ്റെ സ്മെൽ ഇഷ്ടപ്പെടില്ല. അതുകൊണ്ട് പല്ലി ഇതിൻ്റെ പരിസരത്തേക്ക് പോലും വരില്ല. പല്ലി മാത്രമല്ല, നമ്മുടെ വീടുകളിലെ സ്ഥിരം ശല്യക്കാരായ പാറ്റ, ഉറുമ്പ, എട്ടുകാലി ഇതുപോലുള്ളതിനെയും തുരത്താൻ പറ്റും. ഇതുപോലുള്ള ചെറിയ ചെറിയ ഗ്ലാസ്സുകളിൽ ഒഴിച്ചു കൊടുത്തും നമുക്കിത് വെച്ച് കൊടുക്കാൻ പറ്റും. ഗ്ലാസിൻ്റെ മുകളിലായി ഒരു ടിഷ്യൂ വെച്ച് കൊടുത്ത ശേഷം റബ്ബർ ബാൻഡ് ഉപയോഗിച്ച് നല്ലതുപോലെ അടച്ചെടുക്കുക. ഇതിൻ്റെ മുകളിലായി ചെറിയ ചെറിയ ഹോളുകൾ ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ സ്മെല്ല് പുറത്തേക്ക് വരാനായിട്ടാണ് ഇങ്ങനെ ഹോളുകൾ ഇട്ട് കൊടുക്കുന്നത്. ഇതിനി പല്ലിശല്യമുള്ള എവിടെ വേണമെങ്കിലും വെച്ച് കൊടുക്കാം.